കടുത്ത വേനലാണ്. അപ്പോൾ നമ്മളുടെ ശരീരം ഒന്ന് തണുപ്പിക്കാനും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനും ഹൈ പ്രോട്ടീനും കാൽഷ്യവും അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർച്ചന. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. പുതിയൊരു ഹെൽത്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് പേൾ മില്ലറ്റ്സ് അഥവാ ബാജറ, അതുപോലെ തന്നെ കമ്പം പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ ഈ ബാജറ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേരെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ചെറുപയറാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് അളവിൽ ഉഴുന്നാണ്. തോലുള്ള ഉഴുന്നാണെങ്കിലും അത് അതുപോലെ തന്നെ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഈ ബാജറ എന്ന് പറയുന്ന മില്ലറ്റ്സ് ഒത്തിരി നമുക്ക് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നമ്മളത് ശരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. തമിഴ്നാട്ടിലൊക്കെ കുറേ കൂടെ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്രത്തോളം അത് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിനെ ഒരു 7 മണിക്കൂർ സമയത്തിലേക്ക് സോക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. ഒരു 2 വട്ടമെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിലെ പൊടിയും അഴുക്കും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. ഈ റെസിപ്പീസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ഒരു പേൾ മില്ലറ്റിൻ്റെ കാര്യം തന്നെ പറയുന്നത്, നമ്മളിപ്പോൾ കടയിലൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും ഓരോ പേരാണ് പറയുന്നത്. സാധാരണ കമ്പം പുല്ലെന്നൊക്കെ പറയുമ്പോൾ കടയിലുള്ളവർക്ക് മനസ്സിലാവും. നമ്മളിതിനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെകക്കെ വെള്ളം ഒഴിച്ച് വെക്കണം. നന്നായിട്ട് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന, ഒരു പാർട്ട് പോലും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂറായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളം ഊറ്റിയൊന്ന് മാറ്റാം. വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ നിന്നും പകുതി ചേർത്ത് കൊടുത്തിട്ട് 2 തവണയായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഇതിൻ്റെ പകുതി ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നല്ല തിക്നെസ്സിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ബാറ്റർ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മിക്സും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ കുതിർത്ത ആ ഒരു മുഴുവൻ നമ്മളുടെ മില്ലറ്റ്സും ലെൻറ്റിൽസും ഒക്കെ ചേർന്ന മിക്സ് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കുന്നില്ല. അതായത് നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് അന്നേരം തന്നെ നമുക്കിതിനെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. തിക്നെസ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഫെർമെൻറ്റേഷൻ ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങനെ ഫെർമെൻറ്റ് ചെയ്തെടുക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ സാധാരണ ദോശയും ഇഡ്ഡലിക്കുമൊക്കെ അരച്ചിട്ട് രാത്രി പുറത്ത് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് ഉപയോഗിക്കുന്ന കണക്കിന് അങ്ങനെ ചെയ്ത് പുളിപ്പിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുമ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കിട്ടും. നല്ല സ്മൂത്തായിട്ടാണ് നമ്മളുടെ ബാറ്റർ ഉള്ളത്. ദോശക്കല്ല് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കൊരു കരണ്ടി മാവ് ഒഴിച്ചിട്ട് നല്ല കനം കുറച്ച് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ദോശ ഇഷ്ടം, ചിലർക്ക് അധികം കനത്തിലല്ലാതെ കുറച്ച് കട്ടിക്ക് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നൈസായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത്, കുക്കായി വരുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഇഷ്ടമുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ദോശ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നു. നമ്മളതിനെ മറിച്ചിട്ട് കൊടുത്തു. നമ്മൾ ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു മണവും അതുപോലെ ഗോൾഡൻ ആയിട്ടുള്ള ഒരു കളറും നമ്മളുടെ ദോശയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ദോശ 2 വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ
മടക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിനി അടുത്ത ഒരു ദോശയും കൂടെ ചുട്ടെടുക്കാം. ഞാൻ ഈ ഒരു ദോശയ്ക്ക് സൈഡ് ഡിഷായിട്ട് നല്ലൊരു ചട്നിയുടെ റെസിപ്പി കൂടെ ചെയ്യുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതും കൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പമാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ചട്നിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നല്ലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്യുക. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ ലെൻറ്റിൽസിൻ്റെ റെസിപ്പീസ് ഇനി കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അടുത്ത ദോശയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഗോൾഡൻ കളറും നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറും ഒക്കെ ദോശയ്ക്കുണ്ട്. ഇനി നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ളെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടും എടുത്തിരിക്കുന്നത് കറുത്ത എള്ള് തന്നെയാണ്. ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചട്നിയുടെ റെസിപ്പി വേറെയുള്ള ഈ റെസിപ്പീസിനൊപ്പം ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചട്നി സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും ഇത്. 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. എള്ളെന്ന് പറയുന്നത് ധാരാളം കാൽഷ്യവും അയണും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മളുടെ ഉഴുന്ന് നന്നായിട്ട് ഗോൾഡൻ കളറായി. ഇനി ഇതിലേക്ക് ഞാനൊരു 4 തണ്ട് കറിവേപ്പിലയും അതുപോലെ ഒരു 6-7 വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെയാണ് ചേർത്തത്. ഒരു ചെറിയ സവാള കഷണങ്ങളായി മുറിച്ചതും 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുന്ന ഭാഗത്തിനൊന്നും വറുക്കണ്ട. ജസ്റ്റ് അതിലുള്ള ആ ഒരു ഈർപ്പം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന എള്ള് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട. കുറച്ച് തിക്നെസ്സിലാണ് നമ്മൾ ചട്നി അരിച്ചെടുക്കുന്നത്, ലൂസായിട്ടുള്ള രീതിക്കല്ല. ചട്നി നമ്മളൊരു ബൗളിലേക്ക് മാറ്റി അതിൽ കുറച്ചൊരു കടുകും കൂടെ ഞാൻ താളിച്ചിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മില്ലറ്റ് ദോശയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ എള്ള് ചമ്മന്തിയും റെഡിയാണ്. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ചട്നിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേൾ മില്ലറ്റ് നമ്മളുടെ ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന, പ്രത്യേകിച്ച് വേനലിൽ എല്ലാവരും നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു റെസിപ്പിയാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങളത് ഉൾപ്പെടുത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഞാനിന്ന് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പംപുല്ലിൻ്റെ വില വരുന്നത് 10 രൂപ മാത്രമാണ് 200 ഗ്രാമിന്. കാരണം നമ്മളുടെ ഈ വില കൂടുതലുള്ള സമയത്ത് മില്ലറ്റ്സിന് ഇപ്പോഴും വില കുറവ് തന്നെയാണ്. ധാരാളമായിട്ട് ആളുകൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എല്ലാവരും മില്ലറ്റ്സും നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി ഉപയോഗിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.